കേരള വനം വന്യജീവി വകുപ്പ് സെന്തുരണി വന്യജീവി സങ്കേതം തെന്മലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഈ ഫോറസ്റ്റ് ബസ് പിടിച്ച് ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ ഇതിന് ടിക്കറ്റ് വെറും 85 രൂപയാണ്. ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് തെന്മല ഡാം. ആ യാത്രയിൽ ഇടതുവശത്താണ് തെന്മല ഡാം വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഡ്രൈവർ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേര് രതീഷ്. ചേട്ടന് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾ ഒരു ചെറിയ ഒരു ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു തെന്മലയിലുള്ളൊരു സ്പോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം വേണ്ട പോയിന്റിലേക്ക് നിർത്തിയിട്ട് ചേട്ടനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾ ഈ കാണുന്നത് തെന്മല ഡാമിൻ്റെ ഷട്ടറാണ്. അപ്പോൾ അവിടെ വണ്ടി നിർത്തി നമ്മൾ ഡ്രൈവർ ചേട്ടൻ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ നേരത്തെ കൊണ്ടുപോകുന്നത് കളംകുന്നിലേക്കാണ്. കളംകുന്നെന്ന് പറഞ്ഞാൽ തെന്മല ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ്. അവിടെ ഈ ഐ ലവ് യു സെന്തണി എന്നൊക്കെ എഴുതിയിരിക്കുന്ന പോർഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വളരെ ഡ്രൈ ആയിട്ടാണ് ഈ പ്രദേശം കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. എൻ്റെ പിറകിലായിട്ട് അമ്മവും ആനന്ദേട്ടനും അഞ്ചുമൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഓരോ 15 മിനിറ്റ് കൂടുമ്പോൾ ഈ ബസ് വരും. 45 മിനിറ്റ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്ത് ബസ് തിരിച്ചു വരുമ്പം അതിലേക്ക് കയറി പോകാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഈ വരണ്ട് കിടക്കുന്ന സ്ഥലം കണ്ടോ? വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്നതൊക്കെ വെള്ളം കയറി കിടക്കേണ്ട സ്ഥലമായിരുന്നു. അപ്പോൾ എന്നോടൊപ്പം ഈ യാത്രയിൽ നേരത്തെ പറഞ്ഞൊരു ആനന്ദേട്ടനും അഞ്ചും അമ്മും കൂടെയുണ്ട്. ഞങ്ങളുടെ പഴയ ട്രാവൽ ഗ്യാങ്ങാണ്. ഈ കാണുന്ന ഈ പ്രദേശത്ത് വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ഡാമിൻ്റെ ഷട്ടർ തുറന്ന് 3 ജില്ലകളിലേക്കുള്ള വെള്ളം കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇത് ഫസ്റ്റ് കാണുന്ന ഒരു ചെറിയ തണലുള്ള സ്പോട്ടാണ്, ഒരു മരത്തിൻ്റെ കീഴെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ കാണുന്നത് ഈ കളംകുന്നിലെ ഒരു ഐക്കോണിക് ഫോട്ടോ പോയിൻ്റാണ്. ഈ കളംകുന്നെന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തമ്മിൽ വരുന്ന ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞങ്ങൾ ഏപ്രിൽ 14 ചൊവ്വാഴ്ചയാണ് ഈ യാത്ര നടത്തിയത്. സമ്മർ ടൈമാണ്, നല്ല പൊരിഞ്ഞ വെയിലാണ്. അതുകൊണ്ട് ഞങ്ങളൊരു കുടയും കൂടെ കരുതിയിരുന്നു, കൂടെ ഒരു കുപ്പി വെള്ളവും, അല്ലെങ്കിൽ നിങ്ങൾ ടയർഡായിപ്പോവും. അപ്പോൾ ഈ യാത്ര നിങ്ങൾ സമ്മർ ടൈമിലാണ് വരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ, ഒരു വരണ്ട ഉണങ്ങിയ പുല്ലുള്ള ഇതുപോലെ വളരെ ഡ്രൈ ആയിട്ടുള്ള കാഴ്ചകൾ എക്സ്പെക്റ്റ് ചെയ്ത് വേണം നിങ്ങൾ വരാൻ. അതേസമയം നിങ്ങളൊരു ജൂൺ ജൂലൈ മഴ സമയത്താണ് വരുന്നതെങ്കിൽ ഈ കാണുന്ന ഭാഗമൊക്കെ വെള്ളത്തിനടിയിലായിരിക്കും. കടലിൽ പോയി നിൽക്കുന്ന പോലെ, ചെറിയ തിരമാല വന്നടിക്കുന്ന പോലെ തേകൾ വരുമെന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ആനന്ദേട്ടൻ്റെ ചാനലിലേക്കുള്ള വീഡിയോസ് എടുക്കുവാണ്. ആനന്ദേൻ്റെ ചാനലിൻ്റെ പേര് ഹേ ഇറ്റ്സ് ആനന്ദ് എന്നാണ്. മുമ്പ് അത് സൺഡേ ട്രാവൽ വ്ലോഗ്സ് എന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആനന്ദേൻ്റെ ചാനൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ യാത്രയുടെ മറ്റൊരു തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വന്ന് കയറിയപ്പോഴേ ഈ മരത്തിൻ്റെ അടിയിൽ വന്ന് കയറിയപ്പോൾ നല്ല കുളിർമ, തണുപ്പുണ്ട്. ദേ ആ കാണുന്ന സ്പോട്ട് ഉണ്ടോ? അവിടെ ഇന്നലെ രാവിലെ ആനക്കൂട്ടം വന്ന് വെള്ളം കുടിച്ചിട്ട് പോയെന്നാണ് ഡ്രൈവർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ വന്ന സമയം ഒരു 10:30-11 മണി ആയതുകൊണ്ട് ആനക്കൂട്ടങ്ങളെ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെയൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതേ കാണുന്നതാണ് തെന്മല ഡാം, അതിൻ്റെ വിശാലമായ കാച്ച്മെൻറ്റ് ഏരിയ. അവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. നമ്മളെ യാത്രക്കാർക്ക് ടിക്കറ്റ് എടുത്ത് ഈ കാച്ച്മെൻറ്റ് ഏരിയയിലൂടെ ബോട്ടിലൊന്ന് ചുറ്റിയടിക്കാം. ഞങ്ങൾ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു 3 കൊല്ലം മുമ്പ് വന്നിട്ട് കുട്ടവഞ്ചിയിൽ കയറിയിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന 53 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കാവ്യയാണ്. കാവ്യയ്ക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. കാവ്യ പകർത്തിയ വിഷ്വൽസാണ് നിങ്ങളീ കാണുന്നത്. ആ ബോട്ട് അവിടെ വന്ന് റാ പോലെ വളഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നല്ല മനോഹരമായി കാണാൻ പറ്റും. നിങ്ങൾ തെന്മല വരാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ വരാൻ പറ്റിയൊരു ബെസ്റ്റ് ടൈമെന്ന് ഞാൻ പറയുന്നത് ജൂൺ ജൂലൈ ടൈമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ പ്രദേശത്ത് വന്നതും തെന്മലയൊക്കെ ചുറ്റിറന്ന് കണ്ടതും ഡിസംബർ മാസമാണ്. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആണ്, വേനലിൻ്റെ ഒരു കാഠിന്യം എക്സ്പെക്റ്റ് ചെയ്യാം. കുട്ടികളെയും കൊണ്ട് വരുന്നവരാണെങ്കിൽ ആവശ്യത്തിന് കുപ്പിവെള്ളമൊക്കെ കയ്യിൽ കരുതിയിരിക്കണം, കുടയും എടുത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വെയിലേറ്റ് ശരിക്കും തളർന്നു പോകും. അപ്പോൾ അതേ ആ ബോട്ട് വന്ന് റാ പോലെ വളഞ്ഞ് അങ്ങ് പോയി. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തി ആനന്ദേട്ടൻ നിൽപ്പുണ്ട്. ആനന്ദേൻ്റെ ചാനലിൻ്റെ പേര് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഹേ ഇറ്റ്സ് ആനന്ദ്. നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയൊരു കിളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ ഇരിക്കുന്ന ഈ കുട്ടി പറയുന്നത് അത്
സിംഹവാലൻ കുരങ്ങന്മാർ കടിപിടി കൂടുന്ന ശബ്ദം. നല്ല വെളി ഇതേ അഞ്ചും അമ്മും കൂടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് ആരും ഒട്ടും പറയത്തേയില്ല. ഇതിപ്പോൾ കാണുന്ന വരണ്ട് ഉണങ്ങിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നിങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുവാണെങ്കിൽ. അപ്പം തെന്മല പ്ലാൻ ചെയ്യുവാണെങ്കിൽ ജൂൺ ജൂലൈ മാസം നോക്കുക. ഇത് ഈ കിടക്കുന്ന ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവിടെ പണ്ടെന്തോ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പാറക്കഷ്ണങ്ങളും പിന്നെ കുറച്ച് കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ആനന്ദേട്ടൻ കാശ്മീരിയുടെ കുറച്ച് വിഷ്വൽസ് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങ് ദൂരെ നടന്നു പോയത്. ഇത്രയും ദൂരെയാണ് ആനന്ദേട്ടൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും സമയം ഏകദേശം 11:45 കഴിയാറായി. ഞങ്ങൾ ബസ് അവിടെ വന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ എവരെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് നടന്ന് പോവുകയാണ്. ഈ കാണുന്നുണ്ട്, ഇതൊരു ഐക്കോണിക് സ്പോട്ടാണ്. കളംകുന്ന് വരുമ്പം ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബസ് അവിടെ വന്ന് കിടപ്പുണ്ട്. ഞാൻ ബസ് ലക്ഷ്യമാക്കി നടന്നു. എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങ് ദൂരെ നിൽപ്പുണ്ട്. ഇതൊരു ഫസ്റ്റ് തണൽ സ്പോട്ടാണ്. അവിടെ നമുക്ക് ഇരിക്കാൻ ചെറിയൊരു ഇരിപ്പിടമുണ്ട്. അവിടെ വന്ന് തളരുമ്പം വന്നിരിക്കാം. ഈ ബസ്സിലാണ് ഞങ്ങൾ വന്നതും തിരിച്ച് പോകുന്നതും. ഞങ്ങൾ ബസ് എടുക്കാറായപ്പോഴത്തേക്കാണ് ഏറ്റവും മുമ്പിൽ വരുന്നത് അഞ്ചു, രണ്ടാമത് പിറകിൽ വരുന്ന ആ ചുമന്ന പൊട്ട് അമ്മു, ഏറ്റവും പിറകിൽ വരുന്നത് ആനന്ദേട്ടൻ. അങ്ങനെ ബസ് എടുത്ത് അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ നമ്മൾ ബസ് എടുത്ത സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തി. അപ്പോഴത്തേക്കും നിറച്ച ആൾക്കാർ അടുത്ത ട്രിപ്പിന് പോകാനായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വരുവാണെങ്കിൽ ഒരു 9 മണിക്ക് ഈ ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ. അതല്ലെങ്കിൽ ചൂടേറ്റ് നിങ്ങൾ തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. 38 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാറിൽ കയറി. ആനന്ദേട്ടനാണ് വണ്ടി ഓട്ടിക്കുന്നത്. അപ്പം ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര പുറപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ആനന്ദേട്ടൻ കാറെടുത്ത് വെളിയിലിട്ടു. ഈ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ റോഡിൻ്റെ ഇരുവശം പാർക്ക് ചെയ്യാം എന്നാണ് ഞങ്ങൾക്ക് അവിടെയുള്ളൊരു ഓഫീസർ പറഞ്ഞത്. അങ്ങനെ സെന്തുരുണി എക്കോ ടൂറിസത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ കാറെടുത്ത് തിരിച്ച് തെന്മല ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഇടതുവശം തിരിഞ്ഞാണ് ഞങ്ങൾക്ക് തെങ്കാശിക്ക് പോകാനുള്ളത്. അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ വരുന്നത് തെങ്കാശിയിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയ ചായയോ നാരങ്ങയോ കുടിച്ച് ഞങ്ങളെ അടുത്ത യാത്ര പുറപ്പെടാൻ ഉള്ള പ്ലാനിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സി യു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.